ഹായ്, ഞാൻ സാബു ജോസഫ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തിട്ടും മാറ്റം വരാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരണമെങ്കിൽ ആദ്യം മാറ്റേണ്ടത് നിങ്ങളുടെ ചിന്തകളെയല്ല, നിങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ്. അങ്ങനെ നിങ്ങൾ റെഡിയാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ യെസ് എന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തിട്ട് ഈ വീഡിയോ പൂർണ്ണമായിട്ടും നിങ്ങൾ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഈ വീഡിയോ കാണുക എന്ന് തന്നെ നിങ്ങൾ കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിൻ്റെ സൂചനയാണ്. നിങ്ങൾ കൃത്യമായിട്ട് ഈ വീഡിയോ കാണാൻ ഇടവന്നത് തന്നെ. ഓക്കെ, എന്താണ് ഐഡൻറ്റിറ്റി? അതായത് നിങ്ങൾ ഒരുപാട് മോട്ടിവേഷൻ വീഡിയോ കാണുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ദിവസവും നിങ്ങൾ ഗോളുകളെക്കുറിച്ച് എഴുതുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ജേണൽ എഴുതുന്ന വ്യക്തിയായിരിക്കാം, പോസിറ്റീവ് അഫർമേഷൻ എഴുതുന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ ഇതുകൊണ്ടൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഐഡൻറ്റിറ്റിയാണ് മാറ്റം വരുത്തേണ്ടത്. അതായത് എന്താണ് ഈ ഐഡൻറ്റിറ്റി എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതായത് നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ചിട്ടല്ല, പകരം അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെച്ച ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ചിട്ടല്ല ജീവിക്കുന്നത്, പകരം നിങ്ങളുടെ ഐഡൻറ്റിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ജീവിക്കുന്നത്. എന്താണ് ഈ ഐഡൻറ്റിറ്റി എന്ന് നമുക്കൊന്നുകൂടി നോക്കാം. ഒരാൾ പറയുകയാണ്, എനിക്ക് 10 കിലോ വെയിറ്റ് കുറയ്ക്കണം, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വണ്ണം കുറയ്ക്കണം, വെയിറ്റ് നന്നായിട്ട് കുറയ്ക്കണം എന്നെനിക്ക് അതീവ തീവ്രമായ ആഗ്രഹമുണ്ടെന്ന് പറയുകയും അയാളുടെ ഉള്ളിലെ ഐഡൻറ്റിറ്റി ഞാൻ ഡയറ്റൊന്നും ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഡയറ്റൊന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല, അതൊന്നും എനിക്ക് ഇഷ്ടമല്ല, ഡയറ്റ് ഫോളോ ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്നാണ് അയാളുടെ ഐഡൻറ്റിറ്റി എങ്കിൽ കുറച്ച് ദിവസമൊക്കെ അയാൾ ഡയറ്റ് ഫോളോ ചെയ്യാനും വെയിറ്റ് കുറയ്ക്കാനൊക്കെ ശ്രമം നടത്തും. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും അയാൾ പഴയ അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നു. കാരണം അയാളെ നയിക്കുന്നത് അയാളുടെ ഉള്ളിലെ ഐഡൻറ്റിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഐഡൻറ്റിറ്റിയാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. എന്താണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്ന് തിരിച്ചറിയണം, എന്നിട്ട് അതിനെ ഐഡൻറ്റിറ്റി മാറ്റം വരുത്തുകയും ചെയ്യണം. മറ്റുദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ചില ആളുകൾക്ക് വളരെ ആവേശത്തിൽ ജിമ്മിൽ പോകാറുണ്ട് അല്ലേ? ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്ത് വളരെ ബോഡിയൊക്കെ ബിൽഡ് ചെയ്യണം എന്നൊക്കെ ചിന്തിച്ചു വരുന്ന ആളുകളുണ്ട്. പക്ഷേ അവരുടെ ഉള്ളിലെ ഐഡൻറ്റിറ്റി ഇതൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല, എന്നെക്കൊണ്ട് ഇതൊന്നും നടക്കണ പരിപാടിയല്ല എന്നാണ് അവരുടെ ഉള്ളിലെ ഐഡൻറ്റിറ്റി എങ്കിൽ അവർ കുറച്ച് ദിവസം ജിമ്മിൽ പോവും, വർക്കൗട്ട് ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിക്കും. പക്ഷേ ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും ഒരു പഴയ അവസ്ഥയിലേക്ക് തന്നെ മാറ്റപ്പെടുന്നു. ഇതാണ് ഐഡൻറ്റിറ്റിയുടെ ഒരു പ്രശ്നം. നിങ്ങളുടെ ഉള്ളിലുള്ള ഐഡൻറ്റിറ്റി എന്താണോ അതായിരിക്കും നിങ്ങളെ നയിക്കുക എന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇത് മനസ്സിലാക്കി നിങ്ങളുടെ ഐഡൻറ്റിറ്റിയെ തിരുത്താനായിട്ട് തയ്യാറായില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കില്ല. നിങ്ങൾ എന്തൊക്കെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എഴുതിയാലും ജേണൽ എഴുതിയാലും എന്തൊക്കെ ചെയ്താലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചില ആളുകൾ പറയുന്നുണ്ട്, ഞാൻ സമ്പത്ത് എനിക്ക് വേണം, ഞാൻ സാമ്പത്തിക സ്വാതന്ത്ര്യം എനിക്ക് വേണം എന്നൊക്കെ അവർ പറയുകയും അവരുടെ ഉള്ളിലെ ഐഡൻറ്റിറ്റി സമ്പത്തുണ്ടാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ച് സമ്പത്ത് ഉണ്ടാക്കാൻ സാധ്യമല്ല, ഞാനൊരു സാധാരണക്കാരനാണ്. ഇതാണ് അവരുടെ ഉള്ളിലെ ഐഡൻറ്റിറ്റി എങ്കിൽ അവരുടെ മുന്നിലേക്ക് എത്തുന്ന ഒരുപാട് അവസരങ്ങൾ എത്തിക്കഴിഞ്ഞാലും അവരുടെ മുന്നിൽ ധാരാളം അവസരങ്ങൾ, അവർക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള അവസരങ്ങൾ ഉണ്ടായാലും ആ അവസരങ്ങളെ ഒന്നും അവർ കാണാതെ പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പലരും സാധാരണ പറയുന്നത്, ഞാൻ പല വഴി നോക്കി എനിക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ലെന്ന്. വാസ്തവത്തിൽ അവരുടെ പ്രശ്നം ഇരിക്കുന്നത് ഇവിടെയാണ്, അവരുടെ ഐഡൻറ്റിറ്റിയിലാണ്. അവരുടെ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും അവരുടെ ഉപബോധ മനസ്സിലെ സബ് കോൺഷ്യസ് മൈൻഡ് അവരുടെ ഐഡൻറ്റിറ്റിയിലേക്ക് പുറകിലേക്ക് വലിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയെ തിരിച്ചറിയാനും അവയെ പൂർണ്ണമായിട്ട് മാറ്റുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. ഞാൻ നിങ്ങളെ സഹായിക്കാം. കാരണം ലോകത്ത് ഏറ്റവും വിജയിച്ചിട്ടുള്ള ആളുകളെല്ലാം തന്നെ അവരുടെ ഒരു കഴിവ് കൊണ്ട് മാത്രമല്ല അവർ വിജയിച്ചിട്ടുള്ളത്, അവർക്ക് ശക്തമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ടെന്നുള്ളതാണ്. അവർ വിജയിയുടേതായിട്ടുള്ള ഭാവമാണ് അവർക്കുള്ളത്, വിജയിയുടേതായിട്ടുള്ള ചിന്തയാണ് അവർക്കുള്ളത്, വിജയിയുടേതായിട്ടുള്ള അനുഭവമാണ് അവർ അനുഭവിച്ച് ഇപ്പോൾ തന്നെ ജീവിക്കുന്നത്. അതുകൊണ്ട് അവർ വളരെ വേഗത്തിൽ അവരുടെ ലക്ഷ്യത്തിലേക്ക് മാറ്റപ്പെടുന്നു. കാരണം അവരുടെ ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് ചെയ്തു കഴിഞ്ഞു അവർ. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഏറ്റവും വിജയിക്കാൻ ഒരുപാട് ആളുകൾക്ക് കഴിഞ്ഞിട്ടുള്ളത്. ചില ആളുകൾക്ക് ഒരേ സാഹചര്യത്തിലുള്ള ചില ആളുകൾ വളരെ രക്ഷപ്പെട്ടു പോകുന്നു, ചില ആളുകൾ വിജയിക്കാത്തതിൻ്റെ കാരണം അവരുടെ ഉള്ളിലെ ഈ ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ്.
തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഐഡൻറ്റിറ്റിയെ പൂർണ്ണമായിട്ട് ഷിഫ്റ്റ് ചെയ്യാനും നിങ്ങളിലുള്ള ബ്ലോക്കുകളെ പൂർണ്ണമായിട്ട് ഹീൽ ചെയ്യുവാനും ഞാൻ നിങ്ങൾക്ക് അവസരം തരുന്നുണ്ട്. എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ആയിരക്കണക്കിന് മെമ്പേഴ്സുള്ള കമ്മ്യൂണിറ്റിയാണ്. പോസിറ്റീവായിരിക്കാനും ഒരുപാട് ഫ്രീ ക്ലാസ്സുകളും അപ്ഡേറ്റ്സുകളും നിങ്ങൾക്ക് ഏറ്റവും സഹായകരമായിട്ടുള്ള മോട്ടിവേഷൻസും എല്ലാം തരുവാനായിട്ട് ഞാൻ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരുവാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. നിങ്ങൾക്ക് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരുവാനുള്ള വാട്സപ്പിൻ്റെ ലിങ്ക് അതിൽ തന്നിട്ടുണ്ടാവും, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക്. തീർച്ചയായിട്ടും നിങ്ങൾ ഏത് തരത്തിലുള്ള വിഷമാവസ്ഥയിൽ ഇപ്പോൾ ആയിരിക്കുന്ന വ്യക്തിയാണെങ്കിലും അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. നിങ്ങൾ റെഡിയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യൂ.